തുടരുന്നു ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന വിധം. മലർന്നു കിടന്ന് കുഞ്ഞിത്തളയിട്ട കൈകാലുകളിട്ടടിച്ചും ചെരിഞ്ഞും കമിഴ്ന്നുപോയും മുട്ടുകുത്തി നിൽക്കാൻ ശ്രമിച്ചും മുട്ടുകുത്തി നടന്നും കണ്ടതിലും തൊട്ടതിലുമെല്ലാം പിടിച്ചെഴുന്നേറ്റും കൈവിട്ടു നിന്നും മറിഞ്ഞു വീണും പിന്നെയും പിടിച്ചെഴുന്നേറ്റും ഒറ്റയടി വെച്ച് നടക്കാൻ പഠിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് മുട്ടുകുത്തി വന്ന് ഈ കട്ടിൽ കാലിൽ പിടിച്ച് എഴുന്നേറ്റു നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത്. ഒരു പുതിയ ജന്മം ആരംഭിക്കുമ്പോൾ ഈ പ്രാഥമിക ഘട്ടങ്ങളിലൂടെ കടന്നു പോകാതെ തരമില്ലല്ലോ. ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രദീപനും വല്യേട്ടനും ബാലണ്ണനും കലാഭവൻ പയസും മറ്റു കൂട്ടുകാരും ഒപ്പം നിൽക്കുമ്പോഴും വീട്ടിലെത്തിയതിന് ശേഷം എൻ്റെ കാര്യങ്ങൾ മഞ്ജുഷ ഏറ്റെടുത്തപ്പോഴും ഈ ഒരു ചിന്ത എന്നിലുണ്ടായിരുന്നില്ല. എന്നാൽ ഒരാഴ്ചയായി മഞ്ജുഷ കിളിമംഗലത്തുള്ള അവളുടെ വീട്ടിലാണ്. വീട്ടിൽ നിന്ന് മടങ്ങി വരാൻ നേരത്താണ് മഞ്ജുഷയുടെ ശരീരത്തിൽ അങ്ങിങ്ങായി പൊന്താൻ തുടങ്ങിയ തിണർപ്പുകളും കുമിളകളും അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എങ്ങനെ അവിടെ നിന്ന് കിട്ടി എന്നറിയില്ല. ചിക്കൻ പോക്സ് ആണെന്ന് ഉറപ്പിച്ചപ്പോൾ അവർ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. സാധാരണ ദിവസങ്ങളിൽ മഞ്ജുഷയാണ് എന്നെ കുളിപ്പിക്കാറ്. കുളിമുറിയിലിട്ട പ്ലാസ്റ്റിക് കസേരയിൽ പിടിച്ചിരുത്തി മേലാസകലം സോപ്പ് തേച്ച് ചൂടുവെള്ളം പതിയെ പതിയെ കോരിയൊഴിച്ച് അങ്ങനെ. മഞ്ജുഷ വീട്ടിലേക്ക് പോയത് മുതൽ കുറച്ച് ദിവസങ്ങളിലായി പരസഹായമില്ലാതെയാണ് എൻ്റെ കുളി. കൈകളിലും കക്ഷത്തും നെഞ്ചിലും പിറകിലുമെല്ലാം സോപ്പ് തേച്ച് കഴിഞ്ഞപ്പോൾ കാലുകൾ തേക്കാനായി ഞാൻ ഒന്ന് കുനിഞ്ഞു നോക്കി. നേരെ മുന്നിലേക്ക് വളയാൻ സാധിക്കുന്നില്ല. പതുക്കെ ഞാൻ മുട്ടുമടക്കി ഇരുന്നു കൊണ്ട് കാലിലും കാൽപാദങ്ങളിലും സോപ്പ് തേച്ചു. സോപ്പ് തേക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. പിടിച്ചെഴുന്നേൽക്കാൻ പറ്റിയ യാതൊന്നും കുളിമുറിയിൽ ഉണ്ടായിരുന്നുമില്ല. ഇരുന്ന് കുളിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കസേര നിരക്കി കുളിമുറിയിൽ ഇന്നാണെങ്കിൽ കൊണ്ടുവന്ന് ഇട്ടതുമില്ല. ഒരു കണക്കിന് ഇരുന്നു കൊണ്ട് തന്നെ കുളി അവസാനിപ്പിച്ചു. തോർത്തുന്നതിനുള്ള ടവൽ നനയ്ക്കാതെ കുളിമുറിയിലെ അയയിൽ ഇട്ടിരിക്കുകയാണ്. എഴുന്നേൽക്കാതെ അത് കൈയെത്തിച്ച് എടുക്കാനും വയ്യ. അവസാനം ചാരിയിട്ടിരുന്ന കുളിമുറിയുടെ വാതിലുകൾ തുറന്ന് തോർത്താതെ ശരീരമാസകലം നനഞ്ഞുകൊണ്ട് തന്നെ മുട്ടുകുത്തി ഞാൻ ബെഡ്റൂമിലേക്ക് നടന്നു. പിന്നെ കട്ടിലിൻ്റെ കാലിൽ പിടിച്ച് പതുക്കെ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് ഞാൻ തീർത്തും നഗ്നനാണെന്ന് എനിക്ക് ബോധം വന്നത്. കരുവാളിച്ച് ചുളുങ്ങി നിറം കെട്ട എൻ്റെ നഗ്നതയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വന്നു. കട്ടിലിൽ നിന്ന് മുണ്ടെടുത്ത് ഞാൻ ഉടനെ അരയിൽ ചുറ്റി. അങ്ങനെ ഞാൻ വീണ്ടും ആദ്യം മുതൽ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടുകുത്തി നടന്നും കണ്ടതിലും തൊട്ടതിലുമെല്ലാം പിടിച്ചെഴുന്നേറ്റും കൈവിട്ടു നിന്നും മറിഞ്ഞു വീണും പിന്നെയും പിടിച്ചെഴുന്നേറ്റും ഒറ്റടി വെച്ച് നടക്കാൻ പഠിച്ചും അങ്ങനെ. അപർണയുടെ വിവാഹത്തിൽ പങ്കെടുക്കണമെന്നും മറ്റുള്ളവരുടെ കൂടെ പന്തിയിലിരുന്ന് ഒരു പിടി ഊണ് കഴിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതൊരു വാശിയായി എടുത്ത് അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങളിലായിട്ട്. അരിഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് 2.5 മാസത്തിലധികം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ജുഷ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ 2-3 ദിവസം മുൻപാണ് ഞാൻ വീണ്ടും ചോറുണ്ണാൻ ശ്രമം തുടങ്ങിയത്. മല്ലിയിലയുടെ നറുമണമുള്ള രസം ചേർത്ത് കൈവിരൽ കൊണ്ട് ചോറിൻ വറ്റുകൾ ഞെരടിയുടച്ച് ഒരു ചെറു ഉരുളയാക്കി കണ്ണുകളടച്ച് വായിൽ വെച്ച് ഒരു വലിയ ഗുളിക കഴിക്കുന്നത് പോലെ വിഴുങ്ങുകയാണ് അന്ന് ഞാൻ ചെയ്തത്. ഇര വിഴുങ്ങിയതുപോലെ വല്ലാത്ത അസ്വസ്ഥത കുറച്ചു നേരത്തേക്ക് ഉണ്ടായെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രസം ചേർത്ത് 2-3 ഉരുള ചോറുണ്ണുന്നത് ഞാൻ ശീലമാക്കിയെടുത്തു. പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടിയതിനാൽ ബാലുവിനെ അവൻ്റെ അമ്മാവൻ വന്ന് കിള്ളിമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാത്രിയിൽ ഞാൻ മാത്രമേ മുറിയിലുള്ളൂ. വീട്ടിൽ കൂട്ടിന് 3ാമത്തെ ജ്യേഷ്ഠനും ചേട്ടത്തിയും കുട്ടികളുമുണ്ട്. നാളെ അതിരാവിലെ 13ാമത്തെ കീമോതെറാപ്പിക്ക് പോകണം. ഗംഗാധരൻ സാർ പറഞ്ഞത് പ്രകാരം ഇനി 4 കീമോതെറാപ്പികൾ കൂടി ബാക്കിയുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കപ്പയും ഗോതമ്പ് ദോശയും ഉച്ചയ്ക്ക് ചെറിയ അളവിൽ ചോറും രസവുമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് എൻ്റെ ആരോഗ്യം കുറേശ്ശെ മെച്ചപ്പെട്ടു വരാൻ തുടങ്ങിയിരുന്നു. ഗംഗാധരൻ സാർ നിശ്ചയിച്ച 16-ൽ 15 കീമോതെറാപ്പികൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു കീമോതെറാപ്പി കൂടിയേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ മാസം പ്രിയാനന്ദൻ്റെ മകൾ അപർണയുടെ വിവാഹത്തിന് സ്റ്റേജിലേക്കുള്ള പടികൾ കയറാൻ സാധിക്കാതെ വിഷമിച്ചു നിന്നപ്പോൾ സഹതാപത്തോടെ നോക്കി നിന്നവരുടെ മുഖഭാവങ്ങൾ
എന്നിൽ വല്ലാത്തൊരു നിരാശയും അപകർഷബോധവും വളർത്തിയിരുന്നു. അടുത്ത മാസം തെരഞ്ഞെടുപ്പിന് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നാട്ടുകാരുടെയും പരിചയക്കാരുടെയും മുന്നിലൂടെ പരസഹായം കൂടാതെ നടന്നുപോയി വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു വരണമെന്ന് അന്ന് വിവാഹം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതാണ്. ആരോഗ്യം അപ്പോഴേക്കും കുറെ കൂടി പുഷ്ടിപ്പെടുത്തണം. പിന്നീടുള്ള ദിവസങ്ങളിൽ എൻ്റെ ചിന്തയും ലക്ഷ്യവും പരിശ്രമവുമെല്ലാം അതിനുവേണ്ടിയായിരുന്നു. ആദ്യ കീമോതെറാപ്പി കഴിഞ്ഞതു മുതൽ ഒരു തരിതരിപ്പായി തുടങ്ങിയതാണ് കൈകാലുകളിലെ ഈ മരവിപ്പും കുത്തിക്കഴപ്പും. എത്ര കാലമായി ഒന്ന് സ്വസ്ഥമായി ഉറങ്ങിയിട്ട്. കൈകാൽ മരവിപ്പും ശരീരം കുത്തിക്കഴപ്പും കാരണം അങ്ങനെയും ഇങ്ങനെയും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വരാതെ നേരം വെളുപ്പിക്കുമെങ്കിലും ഞാൻ എന്നും രാവിലെ 5:30 മണിക്ക് തന്നെ എഴുന്നേൽക്കും. എഴുന്നേറ്റയുടനെ കട്ടിൽ തലയ്ക്കൽ വെച്ചിരുന്ന ഫ്ലാസ്കിൽ നിന്ന് 3-4 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമെടുത്ത് കുടിക്കും. പിന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ബെഡ്റൂമിൻ്റെ ചുമർ പിടിച്ച് പതുക്കെ ഹാളിലേക്ക് നടക്കും. നടക്കുന്നതിനിടയിൽ ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്ക് കടക്കുന്ന ഭാഗത്ത് വെച്ചിരിക്കുന്ന മന്ത്രച്ചെപ്പിൻ്റെ സ്വിച്ചിടും. അപ്പോൾ സുബ്ബലക്ഷ്മിയമ്മാളുടെ ഭക്തിസാന്ദ്രമായ നേർത്ത ശബ്ദം ശ്രീ വെങ്കടേശ്വര സുപ്രഭാതമായി ഹാളിൽ ഒഴുകി നിറയും. പ്രകൃതി കണ്ണു തിരുമ്മി ഉറക്കച്ചടവ് വിട്ടെഴുന്നേൽക്കുന്ന നേരത്ത് മനസ്സിൽ പുതിയൊരു ഉന്മേഷമായി അനുകൂല ഊർജ തരംഗങ്ങൾ ഉയർത്തി സുബ്ബലക്ഷ്മിയമ്മയാൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കും. പലപ്പോഴും ബാലൻസ് തെറ്റി മറിഞ്ഞു വീഴാൻ ഭാവിക്കുമെങ്കിലും ഹാളിൻ്റെ ചുമരിൽ താങ്ങി കുറച്ചുനേരം അങ്ങനെ നടക്കും. നിരന്തര പരിശ്രമങ്ങൾ കൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചുമരിൽ പിടിക്കാതെ നടക്കാമെന്നായി. ഇതോടെ എൻ്റെ ആത്മവിശ്വാസം 10 മടങ്ങായി വർദ്ധിച്ചു. ശരീരത്തിലെ മാംസം മുഴുവൻ ശോഷിച്ചു പോയിരുന്നതിനാലും ഞരമ്പുകളുടെ ശക്തിയെല്ലാം ക്ഷയിച്ചിരുന്നതിനാലും കാലുകൾ ഉയർത്തി നടക്കുവാനോ പടികൾ കയറുവാനോ കാറിലേക്ക് കയറുമ്പോൾ കാൽ സ്വയം പൊക്കിവയ്ക്കുവാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല. മറിയാതെ നടക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ കാലുകൾ പരമാവധി ഉയർത്തി നടക്കുവാൻ ശ്രമിച്ചു തുടങ്ങി. ആദ്യമാദ്യം കാലുകൾ 2-3 ഇഞ്ചിൽ കൂടുതൽ നിലത്തുനിന്ന് ഉയർത്താൻ സാധിക്കാറില്ലായിരുന്നു. എങ്കിലും ഹാളിൽ നിന്ന് 1-ാം നിലയിലേക്കുള്ള ഗോവണി പടികൾ കയറാൻ ഞാൻ പരിശ്രമം തുടങ്ങി. ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക്, പിന്നെ അതിനടുത്തേക്ക് പിടിച്ചാണെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചധികം ദിവസങ്ങളുടെ ശ്രമഫലമായി കോണിപ്പടികൾ എൻ്റെ കാലുകൾക്ക് മുൻപിൽ കീഴടങ്ങാൻ തുടങ്ങി. പിന്നെ കൈകൾ താങ്ങാതെ പടികൾ കയറുവാനും സാവധാനം നടത്തത്തിൻ്റെയും പടികൾ കയറുന്നതിൻ്റെയും വേഗം കൂട്ടിക്കൂട്ടി ശീലിക്കാനും തുടങ്ങി. അങ്ങനെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഊതിപ്പെരുക്കി ഇച്ഛാശക്തി കൂട്ടിക്കൂട്ടി കൈവിട്ടു പോയതെല്ലാം പതിയെ തിരിച്ചു പിടിക്കണം. എനിക്കതിന് ഇനി നിഷ്പ്രയാസം കഴിയും. മനസ്സിൽ വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് വീണ്ടും ഓട്ടോറിക്ഷയിൽ കയറുന്നത്. ആദ്യമായി ഓട്ടോറിക്ഷയിൽ കയറുന്ന ഒരു കുട്ടിയുടെ കൗതുകത്തോടും അങ്കലാപ്പിനോടും കൂടിയാണ് ഞാൻ വീട്ടിൽ വന്നിറങ്ങിയത്. വീട്ടിൽ വന്നപാടെ കട്ടിലിൽ കയറി കിടന്നു. ഒരുപാട് സമയം പതിവില്ലാതെ നിന്നതുകൊണ്ടാകണം 2 കാലുകളും വല്ലാതെ കടയാൻ തുടങ്ങിയിരുന്നു. മഞ്ജുഷയുടെ മുൻപിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഭംഗിയായി അഭിനയിച്ച് കാണിച്ചെങ്കിലും കാലുകൾ ഇപ്പോൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്. മുറിയിലിരിക്കുന്ന മുറിവെണ്ണ അല്പമെടുത്ത് കാൽവെണ്ണയിൽ പുരട്ടി കാലുകൾ തടവി ഞാൻ കിടന്നു. നാളെയാണ് വിഷു. 16ാമത്തെ കീമോതെറാപ്പിയും കഴിഞ്ഞ് ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരികയാണ് ഞങ്ങൾ. പ്രദീപനാണ് വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്നത്. വല്യേട്ടൻ കൂടെയുണ്ട്. ചികിത്സയുടെ ഒരു ഘട്ടം കൂടി പിന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ പ്ലാസ്മ സെൽ ലുക്കീമിയ രോഗികളുടെ ചരിത്രത്തിൽ 2ാം ഘട്ട കീമോതെറാപ്പി വിജയകരമായി പൂർത്തിയാക്കി ജീവിതത്തെ മുറുകി പിടിച്ച അപൂർവം രോഗികളിൽ ഒരാളായി ഞാൻ മാറി. ശിശിരകാലത്തിൻ്റെ അവസാനം മഞ്ഞുമൂടിയ ഭൂപ്രദേശത്തു നിന്നും വസന്തകാലത്തിൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ട് കിളിർത്തുവന്ന് പുഷ്പിച്ചു നിൽക്കുന്ന ഡഫോഡിൽ പുഷ്പങ്ങളെ ക്യാൻസർ വന്ന് ചികിത്സിച്ച് ഭേദമായവരുടെ പുനർജനനത്തിൻ്റെ അവസ്ഥകളോടാണ് പല ക്യാൻസർ സൊസൈറ്റികളും ഉപമിക്കുന്നത്. തനിക്ക് അർബുദമാണെന്നറിയുമ്പോൾ ആ വ്യക്തി കടുത്ത നിരാശയിൽ തളർന്നു പോകുന്നു. വികാരങ്ങളും വിചാരങ്ങളും മരവിച്ച് മനസ്സ് തണുത്തുറഞ്ഞ് മഞ്ഞുമൂടിയ ഭൂപ്രദേശം പോലെയാകും. എന്നാൽ ചികിത്സയിലൂടെയും ജീവിക്കാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെയും അയാൾ രോഗത്തെ ചെറുത്തു തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങുന്നു. അസാധാരണമായ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും തനിക്ക് മുന്നിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുന്നു. ക്യാൻസർ വന്നാൽ ജീവിതം തീർന്നു എന്ന ധാരണയൊക്കെ ഇന്ന് മാറിയിരിക്കുന്നു. മറ്റേതൊരു രോഗവും പോലെ ഇതും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. നേരത്തെയുള്ള രോഗനിർണയം, ചികിത്സ തുടങ്ങിയ മേഖലകളിൽ ആധുനിക വൈദ്യശാസ്ത്രം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു.
കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സ, ശസ്ത്രക്രിയ തുടങ്ങിയ രീതികൾക്കൊപ്പം ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളെ തിരിച്ചറിഞ്ഞ് വ്യക്തിഗത ചികിത്സ നിർണ്ണയിക്കുന്ന നിലയിൽ വരെ കാര്യങ്ങൾ ഇന്ന് പുരോഗമിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് വന്നപാടെ കിടപ്പുമുറിയിലെ കട്ടിലിൽ കയറി കിടന്നു. കീമോതെറാപ്പി കഴിഞ്ഞ ദിവസമായതിനാൽ പ്രതിരോധശേഷി വളരെ കുറഞ്ഞിരിക്കും. കുറച്ച് ദിവസം കൂടി അണുബാധയുണ്ടാകാതെ ശ്രദ്ധിക്കണം. വൈകിട്ട് ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. ഓക്കാനവും ഛർദിയും തൊണ്ടയിൽ ഉരുണ്ടുകൂടി നിൽക്കുകയാണ്. ഛർദിക്കാനുള്ള പാത്രവും കുടിക്കാനുള്ള വെള്ളവുമെല്ലാം കട്ടിലിൻ്റെ തലയ്ക്കൽ കൊണ്ടുവച്ചിട്ടാണ് വല്യേട്ടൻ പോയത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒന്ന് ഉറങ്ങിക്കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ കിടന്നുകൊണ്ട് തൊഴുകൈകളോടെ പ്രാർത്ഥിച്ചു. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, ആയുസ്സിനെ ഹനിക്കുന്ന കുടുംബ ബന്ധങ്ങളെ വൈകാരികമായും സാമ്പത്തികമായും പാടെ തകർക്കുന്ന ഇത്തരം മാറാരോഗങ്ങൾ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയുന്ന നല്ല നാളെകൾ കണികണ്ടുണരാൻ ഭാഗ്യം നൽകണേ ദൈവങ്ങളെ. കഴിഞ്ഞയാഴ്ച പോയി ബോൺ മാരോ ബയോപ്സി ചെയ്തു വന്നിരുന്നു. ആദ്യഘട്ടത്തിലെ 2 ആഴ്ച വീതമുള്ള 8 കീമോതെറാപ്പികൾ കഴിഞ്ഞപ്പോൾ തന്നെ രക്തത്തിലെ ക്യാൻസർ കോശങ്ങൾ ഏറെക്കുറെ തുടച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. 2ാം ഘട്ടത്തിലെ 8 കീമോതെറാപ്പികൾക്ക് ശേഷം അവ പൂർണ്ണമായും രക്തത്തിൽ നിന്നും ഒഴിഞ്ഞുപോയിട്ടുണ്ടാകണം. എങ്കിലും ഓങ്കോളജി വാർഡിലെ കൺസൾട്ടേഷൻ റൂമിന് പുറത്ത് അനേകം രോഗികളിൽ ഒരാളായി ഊഴവും കാത്തിരിക്കുമ്പോൾ ഹൃദയം പതിവിൽ കവിഞ്ഞ് മിടിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടം കീമോതെറാപ്പിയെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. കൺസൾട്ടേഷൻ റൂമിൽ കയറിയതും ഗംഗാധരൻ സാറിൻ്റെ പ്രസന്നമായ മുഖഭാവം കണ്ടപ്പോൾ തന്നെ വല്ലാത്ത ആശ്വാസം തോന്നി. ഇനി പേടിക്കാനൊന്നുമില്ല. കുറച്ചു കാലം ഒരു ഗുളിക കഴിക്കണം. മാസത്തിൽ ഒരിക്കൽ ചെക്കപ്പിന് വരണം. ഗംഗാധരൻ സാറിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇരുണ്ടുമൂടിയ കാർമേഘങ്ങൾ ഒഴുകി നീങ്ങിയ മാനം പോലെ എൻ്റെ മനസ്സ് തെളിഞ്ഞു. മുടങ്ങാതെ ഗുളികകൾ കഴിക്കണം. ഭക്ഷണത്തിലോ മറ്റു കാര്യങ്ങളിലോ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല. കൂടെയുള്ള ഇഞ്ചക്ഷനുകളുടെയും മജ്ജ തുറന്നുള്ള പരിശോധനകളുടെയും വേദനിപ്പിക്കുന്ന നാളുകൾ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. ചെക്കപ്പിന് വരുന്ന ദിവസങ്ങളിൽ രക്തപരിശോധനയ്ക്കായി കുത്തുന്ന സൂചിയുടെ വേദന മാത്രമേ സഹിക്കേണ്ടതുള്ളൂ. കണക്കില്ലാതെ ഒരുപാട് കുത്തുകളും വേദനകളും അനുഭവിച്ചതുകൊണ്ടാകാം ഇപ്പോൾ രക്തമെടുക്കുന്നതിനുള്ള സൂചി കൈത്തണ്ടയിലെ ധമനിയിലേക്ക് കയറുമ്പോൾ ഒരു എറുമ്പ് കടിക്കുന്ന വേദന പോലും എനിക്ക് അനുഭവപ്പെടാറില്ല. ബൈക്ക് പൊടിപിടിച്ച് വരാന്തയുടെ ഒരറ്റത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ബൈക്കിൽ കയറിയിരുന്ന് ഓണാക്കി കിക്കർ അടിച്ചു നോക്കി. സ്റ്റാർട്ടാവുന്നില്ല. കാലുകൾക്ക് ശക്തി പോരാ എന്നെനിക്ക് തോന്നി. വീണ്ടും ശ്രമിച്ചു നോക്കി. അവസാനം കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം സ്റ്റാർട്ടായ വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ട് പതുക്കെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ജ്യേഷ്ഠത്തി പുറകിൽ പരിഭ്രമത്തോടുകൂടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നിത്യേനയുള്ള വ്യായാമം ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അംശം കുറയ്ക്കുവാനും ക്യാൻസർ വരാതെ ശരീരത്തെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു. ബൈക്കും കാറും സ്വന്തമാക്കിയതോടുകൂടിയാണ് ചെറിയ നടത്തങ്ങൾ പോലും ഇല്ലാതായത്. ചിട്ടയായ വ്യായാമ മുറകൾ ഇതുവരെ ജീവിതത്തിൽ തുടരാൻ സാധിച്ചിട്ടില്ല. ഇനി അക്കാര്യത്തിൽ ഉപേക്ഷ പാടില്ല, ഞാൻ ഉറപ്പിച്ചു. മീൻസഞ്ചി ബൈക്കിൻ്റെ ഹാൻഡിലിൽ തൂക്കി ഞാൻ ബൈക്കിൽ കയറിയിരുന്നു. പെട്ടെന്ന് ബാലൻസ് തെറ്റി ബൈക്ക് വലത്തോട്ട് ചെരിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പേ ബൈക്കിനോടൊപ്പം ഞാനും താഴേക്ക് മറിഞ്ഞു. വീഴ്ചയിൽ കിക്കറിലടിച്ച് ഇടത് കാൽമുട്ടിന് താഴെ തൊലി ചിരകി ചോരയൊലിക്കാൻ തുടങ്ങി. നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ വിഷമിച്ച എന്നെ ഇതുകണ്ട് ഓടിവന്ന മാർക്കറ്റിലെ ജീവനക്കാർ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വീട്ടുകാർ എന്നെ കാണാതെ വഴിയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരിക്കാം. വീട്ടിലെത്തുമ്പോൾ കാലിലെ മുറിവ് ആരും കാണാതെ ശ്രദ്ധിക്കണം. ഒരു വീഴ്ച കൊണ്ടോ ഒരു മുറിവ് കൊണ്ടോ ഞാൻ തളരില്ല. കൂടുതൽ ആരോഗ്യവാനായി കൂടുതൽ കരുത്താർജിച്ച് പഴയതുപോലെ ബൈക്കിൽ ഞാൻ ചീറിപ്പായും. ബൈക്കിലെ ബാലൻസ് ശരിയാക്കിയിട്ട് വേണം വീണ്ടും കാർ ഓടിച്ചു തുടങ്ങുവാൻ. ജീവിത പുസ്തകത്തിൻ്റെ ആദ്യ പകുതിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും 1-ാം അധ്യായം മുതൽ എല്ലാ കാര്യങ്ങളും വീണ്ടും പരിശീലിച്ച് ഉറപ്പിക്കണം. ലോകത്തിന് മുൻപിൽ സത്വം നശിച്ച വ്യക്തിയാകാതെ കൂടുതൽ സാർത്ഥകമായി, കൂടുതൽ സഫലമായി, കൂടുതൽ ക്രിയാത്മകമായി ജീവിതത്തിൻ്റെ വർണ്ണവിഹായുസുകളിലേക്ക് പറന്നുയരണം. നമ്മുടെ ജീനുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ക്യാൻസറിന് അടിസ്ഥാന കാരണം. വലിയൊരു പരിധിവരെ പ്രതിരോധിക്കാവുന്ന, ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാവുന്ന രോഗങ്ങളിലൊന്നാണ് ക്യാൻസർ.
ക്യാൻസറിനെക്കുറിച്ച് സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും തിരുത്തപ്പെടണം. രോഗികളിലും ബന്ധുക്കളിലും ഉണ്ടാകുന്ന ഭീതിയും വിഷാദവും അകറ്റപ്പെടണം. അതിന് വ്യാപകമായ ബോധവൽക്കരണം വേണം. വിമുഖത വെടിഞ്ഞ് മൗനം ഭജിച്ച് മനസ്സിൽ കലഹിക്കാൻ തുടങ്ങിയ അക്ഷരങ്ങളെ തൂലികത്തുമ്പിലേക്ക് ആവഹിച്ച് എനിക്ക് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയണം, മറ്റേതൊരു രോഗവും പോലെ തന്നെയാണ് ക്യാൻസർ എന്ന്. മാസങ്ങളായി കൈവിരലുകൾക്ക് വഴങ്ങാതിരുന്ന പേന പൊടിതട്ടി തുടച്ചെടുക്കണം. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. അർബുദത്തിനെതിരെയുള്ള പോരാട്ട വീഥികളിൽ ഒരു ചെറു കൈത്തിരുനാളമായി എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ സമാന കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കും അവരെയോർത്ത് ദുഃഖിക്കുന്നവർക്കും വിശ്വാസവും പ്രതീക്ഷയും നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ സഹായിക്കണം. താങ്ക് യു.